ഇത് കേരള വിഷൻ ന്യൂസ് 24/7 സമയം 11 മണി. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കാം. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. വാർത്താവേളയിൽ ഞാൻ ഫിറോസ് സാലി മുഹമ്മദ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ പുക ശമിപ്പിക്കാനുള്ള ശ്രമം 8ാം ദിനവും തുടരുന്നു. സമീപ പ്രദേശങ്ങളിൽ പുക അതിരൂക്ഷം. പ്രതിസന്ധിക്കിടെ എറണാകുളം ജില്ലാ കളക്ടറായി NSK ഉമേഷ് ചുമതലയേറ്റു. വിവാദങ്ങൾക്കു പിന്നാലെ വൈദേകം റിസോർട്ടിലെ ഓഹരികൾ EP-യുടെ കുടുംബം ഒഴിവാക്കുന്നു. ഓഹരി കൈമാറുന്നത് ജയരാജന്റെ ഭാര്യയും മകനും. ഇരുവർക്കുമായുള്ളത് 9199 ഓഹരി. ശബരിപാതയോട് കേന്ദ്രത്തിന് അവഗണനയെന്ന് MV ഗോവിന്ദൻ. കേന്ദ്രം ബജറ്റിൽ ഉൾപ്പെടുത്തിയത് 100 കോടി മാത്രം. സ്ത്രീ സമത്വം സംബന്ധിച്ച തന്റെ വാചകങ്ങൾ ചിലർ തെറ്റായി വ്യാഖ്യാനിച്ചെന്നും ഗോവിന്ദൻ. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകൾ K. കവിത ഇന്ന് EDക്ക് മുന്നിൽ ഹാജരാകില്ല. മുൻകൂട്ടി തീരുമാനിച്ച പരിപാടികളുണ്ടെന്ന് വിശദീകരണം. ചോദ്യം ചെയ്യലിനായി മറ്റന്നാൾ ഹാജരാകും. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും കവിത. SSLC പരീക്ഷകൾക്ക് തുടക്കം. പരീക്ഷ എഴുതുന്നത് 4,19,362 വിദ്യാർത്ഥികൾ. ഫലപ്രഖ്യാപനം മെയ് 2ാം വാരം. ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെ. ISL 2ാം പാദ സെമിയിലെ ആദ്യ മത്സരം ഇന്ന്. ഹൈദരാബാദ് ATK മോഹൻ ബഗാനെ നേരിടും. ഹൈദരാബാദിന്റെ വരവ് ഗ്രൂപ്പ് ഘട്ടത്തിൽ 20-ൽ 16 മത്സരങ്ങളും ജയിച്ച്. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് ഡൽഹി മുംബൈ പോരാട്ടം.